ഹായ് ഓൾ, ഞാൻ അനുദീപ്. സി, ഈ മാർച്ച് മാസം മുതൽ എന്തൊരു ചൂടാണല്ലേ. വേനൽ അങ്ങനെ ചുട്ടു പൊള്ളുകയാണ്. ഇത് നമ്മുടെ പഠനത്തെ വല്ലാതെ ബാധിക്കും. ഒരുപക്ഷെ നമ്മുടെ സ്റ്റഡീസിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ ബാഹ്യമായ ഘടകങ്ങളിൽ ഒന്ന് ഈ കാലാവസ്ഥ തന്നെയാണ്. നമുക്കറിയാം, രാത്രി കിടന്നാൽ ഉറക്കമില്ല. രാവിലെ പഠിക്കാൻ ബുക്ക് എടുത്ത് വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ചൂടാണ്. ഉച്ചയ്ക്ക് പഠിക്കാതിരുന്നാലോ അതിനേക്കാൾ ചൂടാണ്. എന്താ ഇപ്പം ചെയ്യുക? കാരണം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ സ്മാർട്ടായി അപ്രോച്ച് ചെയ്തില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന UPSC, PSC, SSC ഏത് എക്സാംസിനാണെങ്കിൽ പോലും അത് നിങ്ങളെ ബാക്ക്ഫയർ ചെയ്യും. ബിക്കോസ് ഈ ചൂട് അല്ലെങ്കിൽ ഇത്രയും വലിയ ഉഷ്ണം എന്ന് പറയുന്നത് നമ്മളെ ശാരീരികമായി മാത്രമല്ല മാനസികമായും തളർത്തും. നമുക്കറിയാം, ചൂടടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രസ്ട്രേഷൻ വരും, ദേഷ്യം വരും, അല്ലെങ്കിൽ മൂഡ് ഔട്ട് ആവും. നമ്മുടെ കൊഗ്നിറ്റീവ് എബിലിറ്റി അല്ലെങ്കിൽ ഇന്റലിജൻസിനെ വരെ അതൊരു പരിധിവരെ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ വിദ്യാർത്ഥികൾക്കായി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ വേനലിനെ എങ്ങനെ പ്രതിരോധിക്കണം, എങ്ങനെ ശാസ്ത്രീയമായി പ്രതിരോധിക്കാം, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം. ഇനിയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ എക്സാം അടുത്തു കഴിഞ്ഞു, ക്ലൈമറ്റ് മാറിയിട്ട് പഠിക്കായിരുന്ന ഒന്നും നടക്കത്തില്ല. എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ നമുക്ക് അതിജീവിക്കേണ്ടത്, ഒരുമിച്ച് എങ്ങനെ മുന്നേറാം എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാം. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസസിൽ കിട്ടിയിട്ടുള്ളതും പിന്നെ പരീക്ഷിച്ച് വിജയിച്ചതുമായിട്ടുള്ള കുറെ ടിപ്സ് ആൻഡ് ടെക്നിക്സ് ആണ് നമ്മൾ തരുന്നത്. പലതും നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, പക്ഷെ അറിയാത്ത ചില ടിപ്സ് ആൻഡ് ടെക്നിക്സ് ഇതിനകത്തുണ്ട്. സോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. ഇതുപോലെ ചൂടടിച്ച് പെട്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോ എപ്പോഴും പറയുന്നത്, നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു PDF ഞാൻ ടെലിഗ്രാം ചാനൽ ഇട്ടേക്കാം. ഓക്കെ, ഒന്നാമത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ്, വെള്ളം കുടിക്കാം. ദിവസം ഒരു 3 മുതൽ 4 ലിറ്റർ വെള്ളം വരെ കുടിക്കണം. ശരാശരി നമ്മൾ 3 ലിറ്റർ കുടിക്കണം. അപ്പം വേനലാകുമ്പോൾ 1 ലിറ്റർ എക്സ്ട്രാ കുടിച്ചോ. ഈ കുടിക്കുന്ന വെള്ളമൊക്കെ എങ്ങോട്ട് പോകുന്ന ആലോചിച്ച് ടെൻഷൻ അടിക്കണം, അതൊക്കെ അങ്ങ് പൊക്കോളും. പക്ഷെ പ്രോപ്പറായി ഹൈഡ്രേറ്റഡ് ആയ ഒരു ബോഡി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അത്യാവശ്യം വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചൂടിന്റെ പ്രതിരോധ ശേഷി വളരെയധികം വർദ്ധിക്കും. നമുക്കറിയാം, ഈ ചൂട് കൂടി തലവേദന എടുക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്താ? ബോഡി ഡീഹൈഡ്രേറ്റ് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ബോഡി ഡീഹൈഡ്രേറ്റ് ആവാൻ നിങ്ങൾ സമ്മതിക്കരുത്. അത്യാവശ്യത്തിന് വെള്ളം കുടിക്കുക. നിങ്ങളിപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ഇത് ശീലമാക്കണം. ഇല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ അടക്കമുള്ള അസുഖങ്ങൾ ഇൻ ദ ലോങ് റൺ നിങ്ങൾക്ക് വരും. ഇത് പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞത് പെൺകുട്ടികളുടെ അടുത്താണ്. ആൺകുട്ടികൾ പിന്നെ വെള്ളം കുടിക്കും. പെൺപിള്ളേരാണ് വെള്ളത്തിനകത്ത് ഏറ്റവും കിഡ്നി സ്റ്റോൺ പോലുള്ള അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് തന്നെയാണ്. ഈ വേനലിൽ നിങ്ങളൊരു റെസൊല്യൂഷൻ എടുക്കാം, വെള്ളം നന്നായി കുടിക്കും എന്ന റെസൊല്യൂഷൻ എടുക്കാം. അത് സ്ട്രോങ് ആയിട്ട് തന്നെ ഹോൾഡ് ചെയ്യാം. ഈ ചൂടിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം AC, എയർ കണ്ടീഷണർ ഒന്നും വാങ്ങിച്ച് വീട്ടിൽ വെക്കുന്നുള്ളത് തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമായിരിക്കും ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലായി, വെള്ളം കുടിക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എഗെയിൻ, നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിന്റെ ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട്. വെറും 5,999 എന്നൊരു ഫീസിൽ നിങ്ങൾക്ക് പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ ഘട്ടം വരെയുള്ള സമഗ്രമായ ട്രെയിനിങ് ലഭിക്കുന്നതാണ് കേട്ടോ. കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ബാച്ചിന്റെയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ 10th +2 ലെവൽ ബാച്ചുകളുടെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. രണ്ടാമതായി എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഫ്രൂട്ട്സ് ആൻഡ് ജ്യൂസസ് ആണ്. എനിക്കറിയാം, ജ്യൂസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര വിലയാവില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത്. ഒരു പ്രശ്നമില്ല. 10 രൂപയ്ക്ക് നല്ല നാരങ്ങ വെള്ളം കിട്ടും. ലെമണേഡ് അല്ലെങ്കിൽ നാരങ്ങ വെള്ളം തന്നെയാണ് ഏറ്റവും മികച്ച ജ്യൂസുകൾ എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ ഡെയിലി ഡയറ്റിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പം വാട്ടർമെലൺ അല്ലെ, തണ്ണിമത്തൻ എന്താണ്, വലിയ വിലയുള്ള ഫ്രൂട്ട് അല്ലത്. അല്ലെങ്കിൽ 2 നാരങ്ങ വാങ്ങിച്ച് നിങ്ങൾ നാരങ്ങ വെള്ളം പിഴിഞ്ഞ് കുടിക്കുക. ഒരുപക്ഷെ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുന്നൊരു കാര്യമായിരിക്കാം, എന്നാലും കുഴപ്പമില്ല, ബുദ്ധിമുട്ടിക്കുക കുറച്ച്. കാരണം നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഈ ക്ലൈമറ്റിൽ ഫ്രൂട്ട്സ്, സിട്രസ് ഫ്രൂട്ട് ആണ് ലെമൺ ഒക്കെ, അതൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ചൂടിനെ പ്രതിരോധിക്കാനുള്ള എബിലിറ്റിയും തലച്ചോറിന്റെ ഫംഗ്ഷനിങ് കുറെ കൂടെ ബെറ്റർ ആവും പിള്ളേരെ. അതുകൊണ്ട് തന്നെ ഡെയിലി ഡയറ്റിൽ അഫോർഡബിൾ ആയിട്ട് ഇത്തരം ഫ്രൂട്ട്സ് യൂസ് ചെയ്യുക. കുറച്ചും കൂടെ ബഡ്ജറ്റുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, സ്ട്രോബെറി പോലെയുള്ള ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ ഇപ്പം നാരങ്ങ വെള്ളവും അല്ലെങ്കിൽ തണ്ണീർമത്തനും ഒക്കെ ഒരുവിധം എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അത് കൃത്യമായിട്ട് വാങ്ങിക്കാം. അപ്പൊ ഇതിനകത്ത് കീടനാശിനി ഉണ്ടോന്ന് ചോദിച്ചാൽ ആരും കമന്റ് ചെയ്യരുത്. ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കിട്ടുന്ന കടകളുണ്ട്, അവിടുന്ന് വാങ്ങിച്ച് കഴിക്കാം. അപ്പോൾ വെള്ളം കുടിക്കുക, അതിന് കൂടുതൽ ഫ്രൂട്ട്സ് നിങ്ങളുടെ ഡയറ്റിൽ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഇത് നിങ്ങളുടെ ബ്രെയിൻ ഫംഗ്ഷനെയും സപ്പോർട്ട് ചെയ്യുന്നതാണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് തരാനുള്ള ഒരു ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിക്കൻ പരമാവധി ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചിക്കൻ പോലെയുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പേഴ്സണലി സ്പീക്കിംഗ് എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ ആണ്.
പക്ഷേ ഈ ചൂടെന്ന് വിളിച്ചത് ചിക്കൻ കഴിയുമ്പോൾ ചിക്കൻ കഴിക്കുമ്പോൾ നിങ്ങൾ ബോഡി ടെമ്പറേച്ചർ മാറും. അതേസമയത്ത് ഫിഷ് അല്ലെങ്കിൽ ഈവൻ റെഡ് മീറ്റ് ആണെങ്കിൽ പോലും ചിക്കന്റെ അത്ര ബോഡി ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ശാസ്ത്രീയമായി പറഞ്ഞൊരു കാര്യമല്ല, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നത് കമന്റ് സെക്ഷനിൽ പറയാം. സോ ചിക്കൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണമെന്നല്ല പറയുന്നത്, അതിന്റെ ഉപയോഗം ലിമിറ്റ് ചെയ്യുക. ഭയങ്കര ചൂടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിക്കന് പകരം വല്ല ഫിഷോ അല്ലെങ്കിൽ മുട്ട കിട്ടുമല്ലോ അതൊക്കെ കഴിക്കുക. ഇത്രയും പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഫുഡ്സ് ഒഴിവാക്കുക. മുട്ടയിലും പറഞ്ഞൊരു പ്രോട്ടീൻ ഉണ്ട്, പക്ഷേ സ്മാർട്ട് ആയിട്ട് ഈ ഒരു കാര്യത്തെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാം. ചിക്കൻ ടേസ്റ്റ് കറിയും ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ഫുഡാണ് ചിക്കൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ്റെ അവിടെ എടുത്ത് പറഞ്ഞത്. മറ്റൊരു ഘടകം അല്ലെങ്കിൽ നിങ്ങൾ ആരും ചെയ്യാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടിനെ പ്രതിരോധിക്കാൻ വളരെ എഫക്റ്റീവ്. നിങ്ങളുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ ഇത് യൂസ് ചെയ്യാം. ഒരു സ്പ്രേ ബോട്ടിൽ വാങ്ങിച്ചു വയ്ക്കാം. ഇത്രയും ചെറിയ സ്പ്രേ ബോട്ടിൽ ആണെങ്കിൽ പോലും കിട്ടും. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം കണ്ടൻസേഷൻ ഇവാപറേഷൻ ഒക്കെ നിങ്ങൾ സയൻസിൽ പഠിക്കുന്നതാണ്. ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആവും. ചില ആൾക്കാർ ഈ നനഞ്ഞ തോർത്തൊക്കെ എടുത്ത് കഴുത്തിലൊക്കെ കെട്ടിക്കിടക്കുക. അതൊന്നും ചെയ്യില്ല കേട്ടോ, അതൊക്കെ വലിയ വലിയ അസുഖങ്ങൾക്ക് കാരണമാവും. പക്ഷെ സ്പ്രേ ബോട്ടിൽ ഒരു സേഫ് ഓൾട്ടർനേറ്റീവ് ആണ്. റെഡ് ക്രോസ് പോലും അവരുടെ സ്റ്റഡീസിൽ പോലും സപ്പോർട്ട് ചെയ്തൊരു കാര്യമാണത്. ഇത് ചെറിയൊരു ബോട്ടിലായാലും മതി. നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പ്രേ ബോട്ടിൽ വാങ്ങിച്ചു. ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ടൊക്കെ ഉച്ചയ്ക്ക് ഭയങ്കര ചൂടാണ്. ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ണിന്നൊക്കെ ഉള്ള ചൂടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ട്രിവാൻഡ്രത്തൊക്കെ പഠിക്കാൻ നിൽക്കുന്ന സമയത്ത് അപ്പുറത്തെ കടയിൽ നിന്ന് കുറച്ച് ഐസ് വാങ്ങിക്കും. ഐസ് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ കർച്ചീഫിൽ പൊതിഞ്ഞ് ഇങ്ങനെ സൈഡ് വെക്കും. ചൂടുകൊണ്ട് നമ്മൾ അതിൽ ഇങ്ങനെ പിടിക്കും. ഒരു ആശ്വാസമാണ്. അപ്പം കാരണം കയ്യിൽ തണുപ്പ് വരുമ്പോൾ ബാക്കി പോർഷനൊക്കെ റേഡിയേറ്റ് ചെയ്ത് പോകുമല്ലോ. ഭയങ്കര ഒരു ആശ്വാസം. ഉച്ച സമയത്ത് നമുക്കറിയാം ഭയങ്കര ചൂടാണ്. പക്ഷെ ഇത് ഭയങ്കര എഫക്റ്റീവ് ആണെങ്കിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ വെറും കൈ കൊണ്ട് ഇങ്ങനെ ഐസ് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൈ ഒരു ഡിസ്റ്റർബൻസ് ആണല്ലോ. പക്ഷെ ഒരു കർച്ചീഫിലോ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് കൊണ്ട് അത് നമ്മൾ കയ്യിൽ ഗ്രാബ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മുടെ ബോഡി തണുത്ത് വരും. അപ്പൊ ഇതൊക്കെ പല കാര്യങ്ങളും ഇതൊരു ആഗോള പ്രതിഭാസമാണ്. നിങ്ങൾ മാത്രമല്ല ചൂടെന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഉഷ്ണം, എക്സ്ട്രീം ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നത്. നമ്മൾ മനസ്സ് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ മനുഷ്യ സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സ്പ്രേ ബോട്ടിലിന്റെ കൂടെ നിങ്ങൾ ഇത് പ്രധാനമായും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഡ്രസ്സിങ്, കറുത്ത ഡ്രസ്സുകൾ പരമാവധി ഒഴിവാക്കിയോളൂ. പിന്നെ കുറച്ച് ലൂസ് ആയിട്ട് ഞാൻ പറ്റുന്നത് ലൂസ് ഡ്രസ്സ് ഇട്ടിട്ടിരിക്കുക. ടൈറ്റ് ഡ്രസ്സ് ചൂട് സമയത്ത് പരമാവധി ഒഴിവാക്കുക. അത്യാവശ്യം കാറ്റൊക്കെ കയറുന്ന ടൈപ്പ് ഡ്രസ്സ് ഇട്ടിട്ടിരിക്കുക. ഞാനിപ്പോ ഒരു മുണ്ടും ഷർട്ടുമാണ് ഇട്ടിട്ടുള്ളത്. നല്ല ഏറിയാണ്. പക്ഷെ പുറത്തു പോകുമ്പോൾ നിങ്ങൾക്ക് പാൻസ് ആണ് കംഫർട്ടബിൾ, ലൂസ് ആയിട്ടുള്ള പാൻസ് ഇടുക. ഡ്രസ്സ് ആണെങ്കിൽ മാക്സിമം ലൂസ് ആയിട്ടുള്ള ഉപയോഗിക്കുക. ഈ ഡാർക്ക് കളേഴ്സ്, ബ്ലാക്ക് പോലുള്ള കളേഴ്സ് പരമാവധി ഒഴിവാക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഡ്രസ്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് സ്റ്റൈല് കുറഞ്ഞാലും കുഴപ്പമില്ല, കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് തന്നെ നിങ്ങൾ ഇടുക. ഓക്കെ. പിന്നെ എനിക്ക് ഏറ്റവും അധികം വൗച്ച് ചെയ്യാനുള്ള ഒരു കാര്യം ഇതാണ്. ഇപ്പൊ പല ആൾക്കാരും സൺസ്ക്രീൻ എന്നൊക്കെ ചെയ്യുന്ന കോസ്മെറ്റിക് ഐറ്റം ആണെന്നാണ് പല ആൾക്കാർ പറയുന്നത്. നല്ല സൺസ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ട് ഈ മുഖമൊക്കെ വരുമ്പോൾ ഓയില് പോലെ ഉള്ള ലുക്കും കൂടെ പോകത്തുള്ളൂ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ. പക്ഷെ സൺസ്ക്രീൻ ഇടണം. കാര്യം ഈ ഒരു ക്ലൈമറ്റിൽ നമുക്കറിയാം ഇന്ത്യയിൽ സ്കിൻ ക്യാൻസറിന്റെ ഒക്കെ അളവ് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിന് മേക്കപ്പ് ഐറ്റം അല്ല സൺസ്ക്രീൻ, അതൊരു മെഡിസിനൽ വാല്യൂ ഉള്ള സംഭവമാണ്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് ധാരാളം സൺസ്ക്രീൻസ് കിട്ടും. ഒരു സൺസ്ക്രീൻ കൃത്യമായി യൂസ് ചെയ്തതിനു ശേഷം മാത്രമേ വീട്ടിനകത്തും പുറത്ത് നിൽക്കാവൂ. കാര്യം സ്റ്റഡീസ് ഉണ്ട്, UV റേസ് ഒക്കെ കോൺക്രീറ്റിനെ തുളച്ചു കയറും. വീട്ടിനകത്ത് നിൽക്കുകയാണെങ്കിൽ പോലും സൺസ്ക്രീൻ ഇടണം എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഇതാണ് ബോഡി ടെമ്പറേച്ചറിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ പുറത്തിറങ്ങുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഒരു തൊപ്പിയും വെച്ചോണം, സൺഗ്ലാസും വെച്ചോണം. ഇപ്പം എനിക്ക് പല ആൾക്കാർക്കും പുറത്തിറങ്ങുമ്പോൾ തലവേദന എടുക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണിന്റെ എക്സ്പോസ്, ആ ലൈറ്റ് അത്ര ഇന്റൻസീവ് ആയിട്ട് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പൊ എനിക്ക് ചിലപ്പോൾ ഞാൻ ചുമ്മാ ചന്തയിൽ മീൻ വാങ്ങിക്കാൻ പോയാൽ ചിലപ്പോൾ സൺഗ്ലാസ് വെച്ചിട്ടുണ്ടാവും. ഇത് ചൂട് നമുക്ക് സഹിക്കാകത്തില്ല. അപ്പൊ ആൾക്കാരിക്കും എന്തൊരു പരിഷ്കാരിയ ജാടയാന്നൊക്കെ വിചാരിക്കും. സാരമില്ല, വിചാരിച്ചോട്ടെ, നമ്മുടെ ആരോഗ്യമല്ലേ, നമ്മൾ തന്നെ നോക്കിയാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സൺഗ്ലാസും തൊപ്പിയും പുറത്തു പോകുമ്പോൾ എന്തായാലും വെച്ചോളാം. ജഡ്ജ് ചെയ്യേണ്ടവരൊക്കെ ജഡ്ജ് ചെയ്തോട്ടെ, നമുക്ക് വരെ നമ്മുടെ തടിയാണ്. നിങ്ങൾ ഇങ്ങനെ പരീക്ഷ നോക്കിയോ. ഇപ്പൊ നിങ്ങൾ പുറത്തൊക്കെ പോയി പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ സൺസ്ക്രീൻ വെച്ച് നടന്നു നോക്കാം. നിങ്ങൾ ഡെയിലി നടക്കുമ്പോൾ ഉള്ളതിനേക്കാളും ഭയങ്കര ആശ്വാസമാണ് സൺഗ്ലാസും സൺസ്ക്രീനും ഒരു തൊപ്പിയൊക്കെ ഇട്ട് നടക്കുമ്പോഴത്തേക്കും. നമ്മുടെ ആരോഗ്യം അത്രയും സംരക്ഷിക്കാൻ പറ്റും, ഡീഹൈഡ്രേഷൻ കുറയ്ക്കാൻ പറ്റും, തലവേദന പോലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമ്മൾ സ്റ്റീരിയോ ടൈപ്പുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ കുറച്ച് പരിഷ്കാരിയായ ആൾക്കാരെ തെറ്റിദ്ധരിച്ചാലും കുഴപ്പമില്ല. യു ക്യാൻ ഡു ദിസ്. ഓക്കെ. സൺസ്ക്രീനിന്റെ കാര്യങ്ങളൊക്കെ അതാണ്. ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങളുടെ ആരോഗ്യനില അല്ലെങ്കിൽ ചൂടിന്റെ ഒരു പ്രതിരോധ ശേഷി
വളരെയധികം വർദ്ധിക്കുന്നതാണ്. പക്ഷെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു ഒറ്റ റിക്വസ്റ്റ് ആണ്, ഞാൻ എല്ലാ വർഷവും വേനൽക്കാലത്ത് പറയുന്ന റിക്വസ്റ്റ് ആണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ ചുറ്റും ധാരാളം ജീവികൾ, പെറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ധാരാളം മൃഗങ്ങളും പക്ഷികളും ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ച് വെള്ളം വീടിന് പുറത്ത് വെക്കുക. ടാപ്പ് ഉണ്ടെങ്കിൽ ടാപ്പ് ചെറുതായിട്ട് തുറന്നു വെക്കുക. കുറച്ച് കഴിയുമ്പോൾ കാണാം ഈ കുരുവികളൊക്കെ നിന്ന് വെള്ളം കുടിക്കുന്നതാണ്. ചൂടിനെ പ്രതിരോധിക്കാൻ അവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവർക്കും കൂടെ അവകാശമുള്ളതാണ് ഈ ഭൂമി, ഭൂമിയുടെ അവകാശികൾ അവരും കൂടെയാണ്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഉറപ്പായും കുറച്ച് വെള്ളം വീടിനെ പുറത്ത് വെക്കുക. ടാപ്പ് ചെറുതായിട്ടും തുറന്നു വെക്കുക. ഇനി ഞാൻ ഈ വീഡിയോയിൽ പറയാത്ത മറ്റെന്തെങ്കിലും ടിപ്സ്, ടെക്നിക്സ്, നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ദയവായി കമന്റ് സെക്ഷനിൽ പറയാം. അത് കുറെ ആൾക്കാർക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പൊ നമ്മളിതൊരു സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി ആണ്. വെറുതെ ടോപ്പിക്സ് മാത്രം പഠിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നിങ്ങളുടെ ഓവറോൾ 360 ഡിഗ്രി ഡെവലപ്മെന്റ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളിൽ നിന്ന് ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ദയവായി കമന്റ് സെക്ഷനിൽ പറയാം. ധാരാളം ആൾക്കാർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. സോ താങ്ക് യു. അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. താങ്ക് യു. ബൈ.